മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം അവർക്ക് ബസ്സെന്നല്ലേ വരുന്നേ. നമുക്ക് നേരത്തേക്ക് ഒരു പലഹാരം തയ്യാറാക്കാവേ. അതിനായിട്ട് ഞാൻ 5 അണി ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടുപ്പേ വെച്ച് ഉരുക്കാൻ വെക്കാമേ. ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടേ. നമുക്കിതൊന്ന് മൂടി കൊടുക്കാം. പെട്ടെന്ന് ഉരുകാൻ സഹായിക്കും അത്. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സംഗതികളൊക്കെ അരച്ചെടുത്തുകൊണ്ട് വരാം. ശർക്കര ഉരുകുമ്പോഴത്തേക്ക് നമുക്ക് 2 ഗ്ലാസ് പച്ചരി ജ്യൂസ് അരയ്ക്കുന്ന ജാറിലോട്ട്, ജ്യൂസൊക്കെ അടിക്കുന്ന ജാറിലോട്ട് നമുക്കിട്ട് അരച്ചെടുക്കാവേ. ഇതിനോടൊപ്പം 2 ക്യാരറ്റും കൂടെ നുറുക്കിയെടുത്തിട്ടുണ്ട്. വൃത്തിയാക്കി നുറുക്കിയെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് അരച്ചെടുത്തുകൊണ്ട് വരാവേ. നമ്മുടെ അരിയും ക്യാരറ്റും അരച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തരി വേണം കേട്ടോ. ഇത്രയും തരി വേണേ. ഈ പരുവത്തിൽ നമുക്ക് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയും കൂടെ, ഇതുപോലത്തെ ഒരു ബൗളിന് നിറച്ച് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ എള്ള് അതും ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്തിടാം. നെയ്ക്കകത്ത് വറുത്തിടാവേ. നമ്മൾ ശർക്കര ഉരുകിയ നോക്കാം. ഉരുകിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മൂടി വെച്ചാൽ പെട്ടെന്ന് ഉരുകി കിട്ടും. അതൊന്നും അരി അരച്ച് വന്ന നേരം കൊണ്ട് നമ്മൾ ശർക്കര പാകമായിട്ടുണ്ട്. ഈ മാവ് നമുക്ക് ഈ പൊടിയായിട്ടൊന്ന് മിക്സ് ആക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കര ഒഴിച്ചു കൊടുക്കാതെ, ചൂടോടെ തന്നെ ഒഴിച്ചോ കേട്ടോ. നമുക്ക് ആവശ്യമുള്ളിടത്ത് എടുക്കാം. നമുക്ക് വേണമെങ്കിൽ മധുരം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാതെ. ഹെൽത്തി ആയിട്ടുള്ള പലഹാരം കേട്ടോ. മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവേ. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റും. സോഡാപ്പൊടിയൊന്നും വേണ്ട. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, കുഞ്ഞുമക്കൾ വിശന്ന്, ഇവിടുത്തെ മക്കളൊക്കെ വരുമ്പോഴേ ചോദിക്കുന്നത്, അമ്മേ എന്നാ വിശക്കുന്നതിനെന്നാ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചോണ്ടാണ് വരുന്നത് തന്നെ. വിശക്കുന്നതിന് എന്നാ ഉള്ളതെന്ന് ചോദിച്ചോണ്ടാണ് വരുന്നത്. അപ്പം വരുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫുഡ് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി വയ്ക്കുക. ഒരു പൊടി ഉപ്പേ, അതിനാവും മധുരമൊക്കെ ആയിട്ടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളുപ്പ്. നമുക്ക് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിയായി ഇപ്പം. ഇനിയിപ്പം 2.5 അരമണിക്കൂർ നമുക്ക് 2.5 ആകുമ്പോഴത്തേക്ക് നമുക്ക് ചൂടാൻ തുടങ്ങാവേ. നമുക്കിനി തേങ്ങാക്കൊത്ത് വറുത്ത് കൊടുക്കാം.
അതിനകത്ത് എണ്ണ ഒഴിക്കാം. തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ കൊത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. 10 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതിനകത്തിട്ട് കൊടുക്കും. നമുക്ക് ചുടാൻ തുടങ്ങാവേ. ഉണ്ണിയപ്പം ചുടാൻ നമ്മൾ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ മറിച്ചിടാം. നോക്കട്ടെ. നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി കോരിയെടുക്കാം. അങ്ങനെ ക്യാരറ്റ് ഒന്നിച്ചുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റൊക്കെ പറയണേ. കുറവുകൾ ഉണ്ടെങ്കിൽ അതും പറയണേ. നമുക്കൊരു ബാച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാതെ. അങ്ങനെ അടുത്ത ബാച്ചും റെഡി ആയിട്ടുണ്ട്. എനിക്കും അങ്ങ് ആകാംക്ഷയാണ് എന്താണ് ക്യാരറ്റ് കൊണ്ട്. ഞാനും ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒന്ന് പരീക്ഷണം നടത്തിയതാണ്. എന്താകുമെന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടല്ലോ നമുക്ക്. ഞാൻ മുഴുവൻ ചുട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഒരെണ്ണം കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല രുചിയുണ്ട്. ഇത്ര അല്ലായിരുന്നു, കുറച്ചും കൂടി ഉണ്ടായിരുന്നു. മക്കളെല്ലാം പിറകെ ഇത്രയേ ഉള്ളു ബാക്കി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഇല്ലയോ എന്നൊക്കെ എൻ്റെ എല്ലാം കമൻറ്റിലൂടെ പറയണം കേട്ടോ. ഓക്കെ, ബൈ.